ആ ശരി. ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാതിരിക്കുക. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഒന്ന് പുറത്ത് പോവാണ്. ഫുഡൊക്കെ കഴിച്ചൊന്ന് വെറുതെ കറങ്ങി വരാമെന്ന് വിചാരിച്ചു. പറ്റുകയാണെങ്കിൽ ഒരു സിനിമക്കും പോകണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ. എന്താവുന്നൊന്നും അറിയില്ല, കാരണം നല്ല മഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ പോരാ, ചീഞ്ഞ് നിൽക്കുകയാണ്. ഒന്നില്ലെങ്കിൽ നല്ലോണം പെയ്യും, അല്ലെങ്കിൽ എന്താ പറയുക ചാറിയും കൊണ്ടിരിക്കും. പക്ഷെ മഴ ഇത് തോർന്നിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ ഒന്നില്ലെങ്കിൽ ചാറിയും കൊണ്ടേയെങ്കിലും നിൽക്കും. അപ്പോൾ വണ്ടിയിൽ പോണത് ബുദ്ധിമുട്ടാണ്, എന്നാലും ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾ പോകും. ഞങ്ങളങ്ങനെ പോയി. ഞങ്ങൾ ഹോട്ടലിൽ കയറി. എന്തായിരുന്നു ഹോട്ടലിൻ്റെ പേര്? AR റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. ചെർപ്പശ്ശേരിക്കാണ് ഞങ്ങൾ പോയത്. ചെർപ്പശ്ശേരി എത്രയും മുമ്പായിട്ടാണ് ഈ ഒരു ഹോട്ടൽ. അപ്പോൾ അതിൽ കയറിയിട്ട് ഞങ്ങൾ ഇതിന് മുമ്പും കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഫുഡായിരുന്നു, അതുകൊണ്ട് വീണ്ടും കയറി. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് അൽഫാമും മന്തിയായിരുന്നു. ഞാൻ ഇക്ക മന്തി റൈസും ചിക്കൻ കൊണ്ടാട്ടും. അപ്പോൾ ഫുഡ് വരാൻ 10 മിനിറ്റ് പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അസിനും ഇക്ക പുറത്ത് പോയി പെട്രോൾ അടിച്ച് വരാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാനും അസിനും ഒറ്റക്കായപ്പോൾ ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കൊടുന്നു. അപ്പോൾ ഇക്ക വന്നിട്ടില്ല. ഞാൻ ഫുഡ് അടിക്കാൻ തുടങ്ങി. കുട്ടി കരയുമ്പോഴത്തേനും എൻ്റെ കയ്യിൽ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഇക്ക വരുമ്പോഴത്തേനും എൻ്റെ കഴിഞ്ഞിരുന്നു. പിന്നെ ഇക്ക വന്ന് ഞാൻ കുട്ടി അവിടെ പ്രൈവറ്റ് റൂമൊക്കെ ഉണ്ട്, അപ്പോൾ ഒന്ന് ഫീഡ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു സിനിമക്കും പോകാമെന്ന് വിചാരിച്ചു. സിനിമക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ചെർപ്പശ്ശേരിയിലൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ച സിനിമയില്ല. ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞ പേര് എനിക്ക് കിട്ടണില്ല. നമ്മൾ പാർവതി ഉറച്ചിട്ട് ഒരു സിനിമ ഉണ്ടല്ലോ, അതായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ അത് കിട്ടിയില്ല, ഇല്ലയെന്ന് പറഞ്ഞു. കിട്ടായി അല്ല, ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പട്ടാമ്പി പോയിട്ടോ. പട്ടാമ്പി നെസ്റ്റോയിലാണ് പോയത്. നെസ്റ്റോയിൽ ഞാൻ ആദ്യമായിട്ട് പോവാണ്. പട്ടാമ്പി വന്നതിന് ശേഷം ആദ്യമായിട്ട് പോവാണ്. അപ്പോൾ അവിടെ തിയേറ്ററിൽ പോകാമെന്ന് വിചാരിച്ചാൽ അവിടെ പിന്നെ കയറി ചെല്ലണോട് തന്നെ അത്തറും ഊതും സെൻറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ 2 ഐറ്റം വാങ്ങിയിട്ടോ. നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളവിടെ ഒന്ന് കറങ്ങി, ആദ്യം ഒന്ന് മാളൊക്കെ ഒന്ന് കറങ്ങി. അപ്പോൾ ആ കറങ്ങുന്ന ടൈമിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് എന്താ പറയുക, നമ്മൾ ജിൽഷാദിനെയും സഫാനും ബാദുഷാനൊക്കെ കണ്ടു. കുറേ ആയിരുന്നു അവരൊക്കെ കണ്ടിട്ട്, നേരിട്ട് കണ്ടിട്ട് കുറേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമായി അവരൊക്കെ കണ്ടപ്പോൾ. ഞാൻ അവിടുന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഒരു കാര്യം മറന്നു, നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും കമൻറ്റും എല്ലാതും ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്, ആദ്യമൊക്കെ കുറേ ചോക്ലേറ്റ്സും പറഞ്ഞിരുന്നു, ഡാർക്ക് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് പോയി ഫുഡൊക്കെ കഴിച്ചാലെന്ന് വിചാരിച്ച് ഞങ്ങൾ ചിക്കിങ്ങിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ജിൽഷാദ് പറഞ്ഞ് അവൻ്റെ വണ്ടി എടുക്കുക, കാറിൽ പോകാൻ, ഞങ്ങളെ വണ്ടി അവിടെ നിർത്തിനാന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ അവൻ്റെ കാറിൽ പോയി. അവൻ്റെ കാറിൽ ഞങ്ങൾ ചിക്കിങ്ങിലാണ് പോയത്. ചിക്കിങ്ങിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരു സന്തോഷമല്ലേ, അങ്ങനെ പോയി കഴിച്ചു. പിന്നെ അവരൊന്നും അങ്ങനെ വല്ലാതെ ഫുഡ് കഴിക്കുന്നവരല്ല തോന്നുന്നു കേട്ടോ. അതേപോലെ തന്നെ എല്ലാ ഫുഡും ഇഷ്ടപ്പെടുന്നവരും അല്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ബ്രോസ്റ്റ് വാങ്ങി. സഫാന് വേറെ സ്പെഷ്യൽ ഫുഡായിരുന്നു. അങ്ങനെയൊക്കെ വാങ്ങി കഴിച്ചു എല്ലാവരും കൂടെ, ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. പിന്നെ അനിയൻ അവിടെ പട്ടാമ്പി ഷോപ്പിലാണ്. അപ്പോൾ അവിടെ ഷോപ്പിൽ പോയി അവിടുന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി. അതാണ് കേട്ടോ ബ്രദർ. അപ്പോൾ അവൻ്റെ ഷോപ്പിൽ പോയി കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി. അവിടെ മുതലാളി ഇക്കാടെ ഫ്രണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എപ്പോഴാണ് അറിയുന്നത്. പിന്നെ എൻ്റെ അടുത്ത് അസിന് കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചിലപ്പോൾ ഓരോ ഒച്ചയും തുമ്മലും അങ്ങനെ ഓരോന്നൊക്കെ കേൾക്കാം. പിന്നെ ഞങ്ങൾ തിരിച്ച് തന്നെ അവൻ്റെ കാറിൽ തന്നെ നെസ്റ്റോയിൽ വന്ന് അവിടുന്ന് ഞങ്ങൾ വണ്ടി എടുത്ത് അങ്ങനെ വീട്ടിൽ പോവുകയാണ് ചെയ്തിട്ടോ. ശരി. ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ആദ്യക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവന് കൊടുക്കുക കേട്ടോ. അതിന് പിന്നെ കുറേ ആയിരുന്നു നമ്മൾ മെസ്സിയുടെ ജേഴ്സി വേണമെന്ന് പറയുന്നത്. അവസാനം അതും വാങ്ങിക്കൊടുത്ത്. എവിടെ ചെന്നാലും അവൻ്റെ അളവിന് കിട്ടാറില്ല കേട്ടോ. കുറേ ആയി തിരഞ്ഞ് നടക്കണം. ഒന്നിലേ ചെറുതല്ലേ വലുതായിരിക്കും, അതിൻ്റെ അളവിന് കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് കിട്ടിയപ്പോൾ അതും വാങ്ങിച്ചു. അതും അവൻ്റെ അനിയൻ നിൽക്കുന്ന ഷോപ്പിൽ തന്നെയാണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്നു, എല്ലാ തരം ഉണ്ടായിരുന്നു.
അപ്പോൾ തിരയേണ്ടിയൊന്നും വന്നില്ല, അത് കിട്ടി സംഭവം. ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയാൽ ആദ്യക്കും സന്തോഷമായിട്ടോ. പിന്നെ വലിയൊരു ബൊമ്മക്കുട്ടീനെ വാങ്ങിയിട്ടുണ്ട്. അതും പിടിച്ച് നടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ശരി ഗായ്സ്, അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും. സലാം പറയും. ആദ്യം സലാം പറഞ്ഞിട്ടുണ്ട്.